വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ വികസന കവാടമായി മാറാൻ പോവുകയാണ് വിഴിഞ്ഞം എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യവും. സുനിഷ അയലൂരും റഹീസ് റഷീദും ചേരും വിശദാംശങ്ങളുമായി. സുനിഷ, വിവാദങ്ങളൊക്കെ ഉണ്ട്, പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞം കൊണ്ടുവരാൻ പോകുന്ന വികസനം എന്താ എന്നുള്ള ചോദ്യമാണ്. അതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതൊക്കെ തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ പേരാണ് ഇടേണ്ടത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അക്കാലത്തുണ്ടായ മുന്നോട്ട് പോയ കാര്യങ്ങളൊക്കെ തന്നെയും അവർ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതും BJP അധ്യക്ഷനെ ക്ഷണിച്ചതും ഒക്കെ തന്നെയാണ് വലിയ ചർച്ചയായി ഇപ്പോൾ നടക്കുന്നത്. ഇതൊക്കെ തന്നെയും നമ്മൾ പ്രതീക്ഷിച്ചതുമാണല്ലേ? വിനിത, ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചതാണ്. തുടക്കം മുതൽ ഒരു പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം തുടങ്ങിയതു മുതൽ വിവാദങ്ങളും തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതിതാ ഇപ്പോൾ കമ്മീഷൻ ചെയ്യാൻ ഇനി 2 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പും ഈ വിവാദം ഇങ്ങനെ പുകഞ്ഞു കത്തുകയാണ് എന്നതാണ്. നേരത്തെ ഈ പറഞ്ഞതുപോലെ അവകാശവാദത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമായിരുന്നു. അതിതാ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴും UDFന്റെ കുഞ്ഞാണ്, കോൺഗ്രസിന്റെ കുഞ്ഞാണ് എന്ന്, ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് എന്ന് ഒരു ഭാഗം പറയുമ്പോൾ അവിടെ നായനാർ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്. നായനാർ മുതൽ തുടങ്ങി പിണറായി വിജയൻ സാധ്യമാക്കിയ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ അത് ഇടതുപക്ഷത്തിന്റെ കുഞ്ഞാണ് എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവകാശവാദത്തെ ചൊല്ലിയുള്ള ഒരു തർക്കവും വിവാദവും ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷണം ലഭിക്കാത്തതിന്റെ പേരിലായിരുന്നു നേരത്തെ ഈ വിവാദം കത്തി നിന്നിരുന്നത്. അതിനിടയിൽ തന്നെ ഈ വിവാദം കത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ VD സതീശന് തുറമുഖ മന്ത്രിയുടെ കത്ത് ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷേ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നൽകിയ കത്താണ് എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ ഈ ഒരു രീതിയിലേക്ക് കടക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവരുടെ ഈ ക്ഷണത്തിൽ പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് പങ്കെടുക്കേണ്ടതില്ല എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ കത്ത് നൽകുമ്പോൾ പോലും, നേരത്തെ പറഞ്ഞത് കേന്ദ്രമാണ് ഈ കത്തിൽ ഒരു മറുപടി നൽകേണ്ടത് എന്നുള്ളതായിരുന്നു. പക്ഷേ സർക്കാർ ഇപ്പോൾ കത്ത് നൽകിയെന്ന് പറയുമ്പോൾ പോലും ആ കത്തിൽ എവിടേക്ക് പോകുന്നു, എങ്ങോട്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ VN വാസവൻ ഇതിന് മറുപടിയായി എന്ന് പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാർ കൊടുത്തൊരു ലിസ്റ്റുണ്ട്, അതിൽ ഈ VD സതീശന്റെ ലിസ്റ്റുമുണ്ട്. പക്ഷേ കേന്ദ്രമാണ് ആരാണ് സംസാരിക്കേണ്ടത്, ആരാണ് ഡയസിലിരിക്കേണ്ടത് എന്നതിലടക്കം ഒരു വ്യക്തമായ രൂപം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നതാണ്. പക്ഷേ VD സതീശന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. വരുമോ വരില്ലയോ എന്ന കാര്യത്തിൽ ഏതായാലും VD സതീശൻ മറുപടി നൽകിയിട്ടില്ല എന്നതുകൂടി VN വാസവൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ പ്രധാനമായും ഉയരുന്നൊരു ചോദ്യം, എങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് എങ്ങനെ ക്ഷണം ലഭിച്ചു എന്നുള്ളതാണ്. അതിന് മറുപടിയായി മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമാണ് രാജീവ് ചന്ദ്രശേഖറിനെ ക്ഷണിക്കണമെന്നുള്ള ആവശ്യം ഇങ്ങോട്ട് പറഞ്ഞത് എന്നതാണ്. അത് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പേരിലല്ല, മറിച്ച് മുൻ കേന്ദ്രമന്ത്രി എന്ന പേരിൽ രാജീവ് ചന്ദ്രശേഖറിനെ ക്ഷണിക്കണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിന് ക്ഷണം ലഭിച്ചത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിനീത, 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് എന്നുള്ളതാണ്. അതിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടി നടക്കുന്ന പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു സംഭവം പ്രതിപക്ഷ നേതാവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ VD സതീശന് ഒരു ഇരിപ്പിടമുണ്ട് എന്നാണ് മന്ത്രി VN വാസവൻ എന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ ഒരുക്കങ്ങൾ എന്തായി എന്ന് നോക്കാം. റഹീസ് ഉണ്ട്. റഹീസ്, മോദി എത്തുകയാണ്, പ്രധാനമന്ത്രി എത്തുകയാണ്. നാളെ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ കുറേ ദിവസമായി തലസ്ഥാനം ഈ ബോംബ് ഭീഷണിയുടെയൊക്കെ മുൾമുനയിലാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിന് വീണ്ടും ബോംബ് ഭീഷണിയുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. ഇതാരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഈ ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷ ഏത് രീതിയിലാണിപ്പോൾ? വിനിത, വലിയ സുരക്ഷയാണ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തും ഒപ്പം വിഴിഞ്ഞത്തും ഒരുക്കിയിരിക്കുന്നത്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നൊരു സംശയം കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി പങ്കെടുക്കും എന്ന് ഔദ്യോഗികമായി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 2 ദിവസം മുമ്പ് തന്നെ SPG വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സുരക്ഷാ ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. 20 പേരുടെ ഒരു സുരക്ഷാ സംഘം വന്ന് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ SPGയുടെ നേതൃത്വത്തിലാണ്. നാളെ വൈകുന്നേരമാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുക. നാളെ വൈകുന്നേരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിലേക്കാണ് നേരെ പോകുന്നത്. നാളെ പ്രധാനമന്ത്രിയുടെ താമസവും രാജ്ഭവനിലാണ്. മറ്റന്നാൾ രാവിലെ 11 മണിക്കാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. 10 മണിക്ക് പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് പാങ്ങോടുള്ള കുളച്ചൽ സ്റ്റേഡിയത്തിലേക്ക് പോകും. പാങ്ങോട് സൈനിക ക്യാമ്പിലെ അവിടെ ഒരുക്കിയ
ഒരുക്കിയിരിക്കുന്ന പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ വഴിയാണ് വിഴിഞ്ഞത്ത് പോവുക. വിഴിഞ്ഞത്ത് 3 ഹെലിപ്പാഡുകളാണ് പ്രധാനമന്ത്രിക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിലേത് ഹെലിപ്പാഡിലാണ് ഇറങ്ങുക എന്നത് ഇന്നും നാളെയുമൊക്കെയുമായി SPG മാത്രമായിരിക്കും തീരുമാനിക്കുക. അവിടെ 10 മണിക്ക് പാങ്ങോട് നിന്ന് തിരിക്കുന്ന പ്രധാനമന്ത്രി 10:15 വിഴിഞ്ഞം തുറമുഖത്ത് ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവർണറും മന്ത്രിമാരും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. അതിനുശേഷം സാങ്കേതിക മുറിയിൽ പോയി അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടതിന് ശേഷം 11 മണിക്കാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. 12 മണിക്ക് തിരിച്ചു പോവുകയും ചെയ്യും. വിനിത, ശരി. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ ഭീഷണി സന്ദേശങ്ങളൊക്കെ വ്യാജമാണെന്ന് വ്യക്തമായിരുന്നു. പ്രധാനമന്ത്രി എത്തുന്നതനുസരിച്ച് സുരക്ഷ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഏതായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിരിക്കും. ഏറെ അഭിമാന നിമിഷം എന്ന് തന്നെ നമ്മൾ പറയണം. റഹീസ് റഷീദും സുനിഷ അയ്യല്ലൂരുമാണ്